നമസ്കാരം. ഇന്ത്യൻ നിർമ്മാണ മേഖലയിലെ അധികായനും അതോടൊപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ CJ റോയിയുടെ മരണം വ്യവസായ ലോകത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. ബംഗളൂരുവിലെ സ്വന്തം ഓഫീസിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടെ അദ്ദേഹം ജീവനൊടുക്കിയത് അത് വലിയ ദുരൂഹതകൾക്കാണ് ഇപ്പോൾ വഴിമാറുന്നത്. സാമ്പത്തികപരമായി തന്നെ യാതൊരു ബാധ്യതകളുമില്ലാത്ത രാജ്യത്തെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം എന്തിനിത്തരമൊരു കടുത്ത തീരുമാനമെടുത്തുവെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഡിസംബർ 28 മുതൽ ആദായനികുതി വകുപ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും വസതിയിലുമൊക്കെ തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ബംഗളൂരുവിലെ വസതിയിൽ നടന്ന ആദ്യഘട്ട റെയ്ഡിൽ നിരവധി നിർണായക രേഖകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇതിനുശേഷം കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക സംഘം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പരിശോധനയ്ക്കായിട്ട് വീണ്ടും എത്തിയതാണ് സംഭവങ്ങളുടെ തുടക്കം. തൻ്റെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ദുബായിൽ നിന്നും അടിയന്തരമായിട്ട് അദ്ദേഹം ബാംഗ്ലൂരുവിൽ എത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് തന്നെ തൻ്റെ അനിയനോട് കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്നും വലിയ പ്രതിസന്ധികൾ വരാനിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി എന്താണെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തുടർച്ചയായിട്ട് 3-4 ദിവസമായി എറണാകുളം യൂണിറ്റിലെ അഡീഷണൽ കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ക്യാമ്പ് ചെയ്ത് പരിശോധന നടത്തുകയായിരുന്നു. മരണ ദിവസം ഉച്ചയ്ക്ക് 3:15 നാടകീയമായിട്ടുള്ള ആ സംഭവങ്ങൾ പിന്നീട് അരങ്ങേറിയത്. റോയിയുടെ സ്വകാര്യ ക്യാബിൻ പരിശോധിക്കണമെന്നും അവിടുത്തെ രഹസ്യ ലോക്കർ തുറക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു. തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും ലോക്കർ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഈ തർക്കത്തിന് പിന്നാലെ തനിക്ക് അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ക്യാബിനിലേക്ക് കയറി വാതിലടച്ചു. ക്യാബിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന് സെക്യൂരിറ്റി ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയ ശേഷമാണ് അദ്ദേഹം അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടത്. ഏറെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം പുറത്തു വരാത്തതിനെ തുടർന്ന് സഹോദരനും ജീവനക്കാരും വാതിൽ മുട്ടി വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയും ചെയ്തു. അകത്ത് തൻ്റെ കസേരയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് തന്നെ. തൻ്റെ പക്കലുണ്ടായിരുന്ന ലൈസൻസ് ഉള്ള 6.35 ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് പിസ്റ്റൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സ്വയം വെടിവെച്ചത്. നെഞ്ചിൽ തുളച്ചു കയറിയ വെടിയുണ്ടകൾ ഹൃദയത്തെയും ശ്വാസകോശത്തെയും തകർത്ത് പുറത്തു പോയിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അദ്ദേഹം നേരത്തെ തന്നെ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ നെടുന്തൂണായിട്ടുള്ള ഒരു വ്യക്തി ഇത്ര പെട്ടെന്ന് ഇല്ലാതായത് അവിടെയുള്ള ജീവനക്കാരെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ ഒരുപോലെ തളർത്തിക്കളഞ്ഞു. 2006 മുതലുള്ള CJ റോയിയുടെ വളർച്ച അവിശ്വസനീയമായിരുന്നു. അതായത് വെറും 20 വർഷം കൊണ്ട് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം വലിയ രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെയെല്ലാം നിരവധി വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ആരംഭിച്ചു. 100 കണക്കിന് ഫ്ലാറ്റുകൾ ഒരേ സമയം വിവിധ നഗരങ്ങളിൽ പണിതുയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. മിക്ക വ്യവസായികളും ബാങ്ക് വായ്പകളെയൊക്കെ തന്നെ ആശ്രയിക്കുമ്പോൾ തനിക്ക് 1 രൂപ പോലും കടമില്ലെന്ന വലിയ അവകാശവാദമാണ് അദ്ദേഹം എന്നും ഉയർത്തിയിരുന്നത്. ആഡംബര ജീവിതത്തോടെ ഏറെ താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു റോയി. കോടികൾ വിലമതിക്കുന്ന 12 റോൾസ് റോയ്സ് കാറുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാറുകളോടുള്ള കമ്പം കാരണം പണ്ട് താൻ ഉപയോഗിച്ചിരുന്ന പഴയ മാരുതി 800 കാറ് പോലും വലിയ തുക നൽകിക്കൊണ്ട് അദ്ദേഹം തിരികെ വാങ്ങിയിരുന്നു. ഇതിന് പുറമെ സിനിമാ നിർമ്മാണത്തിലുമൊക്കെ തന്നെ അദ്ദേഹം കോടികൾ നിക്ഷേപിച്ചു. പല സിനിമകളും സാമ്പത്തികമായി തന്നെ പരാജയപ്പെട്ടുവെങ്കിൽ പോലും അദ്ദേഹം നിക്ഷേപം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇത്രയേറെ പണത്തിൻ്റെ ഒഴുക്ക് എവിടെ നിന്നായിരുന്നു എന്നതാണ് ഇപ്പോൾ ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് ഉയർന്നത്. ആദായനികുതി വകുപ്പിൻ്റെ നടപടികൾ സ്റ്റേ ചെയ്യാനായി അദ്ദേഹം കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കുറച്ചു കാലം സ്റ്റേ ഒക്കെ ലഭിച്ചെങ്കിലും അതിൻ്റെ കാലാവധി അവസാനിച്ചതോടെയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്കായിട്ട് എത്തിയത്. പ്രത്യേകിച്ചും കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി അന്വേഷണം നടത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. റോയിയുടെ മരണത്തിന് പിന്നിൽ കള്ളപ്പണത്തിൻ്റെ വലിയൊരു ലോകമുണ്ടെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ആരോപണം. രാഷ്ട്രീയക്കാരുടെയൊക്കെ തന്നെ അഴിമതി പണം അത് വലിയ തോതിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളിലൊക്കെ ഒരുപക്ഷെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നും സംശയിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ആഡംബര ജീവിതത്തിനുള്ള പണം നൽകുകയും ബാക്കി തുക ബിസിനസ്സിൽ വിനിയോഗിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഇതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇത്തരത്തിൽ ആ വന്ന പണത്തിൻ്റെ സ്രോതസ്സ് അത് വെളിപ്പെടുത്തുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ലോക്കർ തുറക്കാനായിട്ട് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചപ്പോൾ അതിനുള്ളിലുള്ള രഹസ്യങ്ങൾ പുറത്തു വരുമെന്നും തൻ്റെ പ്രതിച്ഛായ എന്നേക്കുമായിട്ട് അസ്തമിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പുറത്തു വന്നാൽ ജയിലിൽ പോകേണ്ടി വരുമെന്നതിനേക്കാൾ താൻ കെട്ടിപ്പടുത്ത ഇമേജ് തകരുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല.
കഴിഞ്ഞ 3-4 മാസമായി അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലും പറയുന്നുണ്ട്. ഈ സമ്മർദ്ദമാണ് ഒടുവിൽ ഇപ്പോൾ ആത്മഹത്യയിൽ കലാശിച്ചിരിക്കുന്നത്. ഒരു സാധാരണ ബിസിനസ് പരാജയമായി ഈ സംഭവത്തെ കാണാനായിട്ട് കഴിയില്ല. ഇന്ത്യയിലെ ഉന്നതരായിട്ടുള്ള പല രാഷ്ട്രീയക്കാരുടെയും ബിനാമി ഇടപാടുകൾ ഇദ്ദേഹത്തിലൂടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം അത് കേന്ദ്ര ഏജൻസികൾ ഇനിയും അന്വേഷിക്കേണ്ടി വരും. റോയിയുടെ മരണം ഒരു വ്യക്തിയുടെ അന്ത്യം എന്നതിലുപരിയായിട്ട് കോടിക്കണക്കിന് രൂപയുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ തന്നെ രഹസ്യങ്ങൾ കൂടി അടക്കം ചെയ്യുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമായാണ് ഈ സംഭവം ഇപ്പോൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.